ഉച്ചയ്ക്ക് ലഞ്ചിന് സിമ്പിളായിട്ട് പൊന്നിയരി ഉപയോഗിച്ചിട്ടൊരു സോയ റൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കാനുള്ള റെസിപ്പി ആദ്യം തന്നെ കുക്കർ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് പട്ട, കറാമ്പ്, ഏലക്കായ, ബിരിയാണി ഇല, അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വണക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് സവോളയും പച്ചമുളകും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പൊടികളായിട്ട് ബിരിയാണി മസാല, പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ഊറാൻ വെച്ചിരിക്കുന്ന സോയാബീൻസും പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മല്ലിയില, പുതിന ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ അടച്ച് വെക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള സോയ റൈസ് റെഡിയാവും. അപ്പോൾ ഇത് പപ്പടവും കരിച്ചട്നിയും കൂട്ടി